നമസ്കാരം, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ നമ്മളിവിടെ കാണുന്നത് പരിപ്പുവടയാണ്. അടിപൊളി പരിപ്പുവട. പരിപ്പുവടയും പഴവും കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല, അതൊന്ന് ട്രൈ ചെയ്യണം. സൂപ്പറാണ്. ഇത്രയും നല്ല കോമ്പിനേഷൻ ഉള്ള ഒരു പലഹാരം ഞാൻ കഴിച്ചിട്ടില്ല. പരിപ്പുവടയും പഴവും ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി ഉണ്ടല്ലോ, പിന്നെ വേറെ ഒന്നും വേണ്ട. അപ്പോൾ നമുക്ക് ഈ പരിപ്പുവട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പരിപ്പുവട ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, എങ്കിലും ഞങ്ങളുടെ ഒരു റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മളെടുത്തിരിക്കുന്നത് കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പ് 1 കപ്പ് പരിപ്പാണ് നമ്മളെടുത്തിരിക്കുന്നത്. ഏകദേശം 1 കപ്പ് പരിപ്പ് കൊണ്ട് നമുക്കൊരു 8 പരിപ്പുവട ഉണ്ടാക്കാൻ പറ്റും. അത്യാവശ്യം മുഴുപ്പുള്ള 8 പരിപ്പുവട. ഇതാണ് കടലപ്പരിപ്പ്. കടലപ്പരിപ്പ് പല ടൈപ്പ് പരിപ്പുകൾ ലഭ്യമാണ്, പക്ഷേ കടലപ്പരിപ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന പരിപ്പുവടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിത് ഇനി ഇതിനകത്ത് നമുക്ക് വേണ്ടത് വറ്റൽമുളകാണ്. അപ്പോൾ ഈ കാണിക്കുന്ന വറ്റൽമുളക് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ വീട്ടിലുണ്ടായ പിരിയൻ മുളക് ഉണക്കിയതാണ്. അപ്പോൾ നമ്മളൊരു 5 വറ്റൽമുളക്, എരിവ് കുറവാണ്, അതുകൊണ്ടാണ് 5 എടുത്തിരിക്കുന്നത്. എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടി വെള്ളത്തിലൊരു 2 മണിക്കൂർ നേരം കുതിരാനിടുക. എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ കഴിയുമ്പം നമ്മളത് എടുക്കാം. അപ്പം പിന്നെ ഇതിൻ്റെ കൂടെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സവോള, ഒരു ചെറിയ സവോള ഇതുപോലെ ചെറുതായി അരിഞ്ഞതും, ഒരു 2 പച്ചമുളക്, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 2 മണിക്കൂർ കഴിയുമ്പം ഈ പരിപ്പ് കുതിർന്ന് കഴിയുമ്പം പരിപ്പും മുളകും കൂടെ മിക്സിയുടെ ജാറിനകത്തിട്ട് അന്ന് അരച്ചെടുക്കുക. അരയ്ക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒന്ന് കറക്കുക. കണ്ടോ, ഇതുപോലെ ഉള്ള അരയാവുള്ളൂ. ചെറുതായിട്ടുള്ള പരിപ്പുകൾ മുഴുവനായിട്ടുള്ളത് അതിനകത്ത് കാണണം കുറേ, ബാക്കി കുറച്ച് ഭാഗം നല്ലപോലെ അരയുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിലുള്ളൊരു മിക്സ്ചറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മളതിപ്പം അരച്ചെടുത്തു. അപ്പോൾ നമ്മളിനി അതിനകത്തേക്ക് ഇഞ്ചി, പച്ചമുളക്, അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില, ഇതെല്ലാം കൂടെ നമ്മൾ ചേർത്ത് ഇത് കൈകൊണ്ട് ഒരു 1 മിനിറ്റ് നല്ലതുപോലെ ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുന്നത് പോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇതെല്ലാം കൂടെ ചേർത്ത് ആ മിക്സിങ്ങിൽ ഇനി അങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന പരിപ്പുവടയ്ക്ക് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ കാണിക്കുന്നത് പോലെ ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ കൈ കൊണ്ടൊന്ന് നമ്മൾ 1 മിനിറ്റ് ഒന്ന് കുഴയ്ക്കുക. ഇതെല്ലാം കൂടെ ഇങ്ങനെ കുഴച്ച് കൂട്ടി ഇത് ഒരു 1 മിനിറ്റ് കുഴച്ച് കഴിയുമ്പോൾ നമ്മളിതൊരു 10 മിനിറ്റ് നേരത്തേക്ക് ഇതിങ്ങനെ അങ്ങ് വെച്ചേക്കണം. അത് കഴിഞ്ഞുണ്ടാക്കുന്ന പരിപ്പുവടയ്ക്ക് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് നമ്മളിത് കുഴച്ച് റെഡിയായി കഴിയുമ്പോൾ മാറ്റി വെക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഇത് ചുടാൻ തുടങ്ങുള്ളൂ. ഇപ്പോൾ നമ്മുടെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ 10 മിനിറ്റ് വെച്ചേക്കും. അപ്പോൾ നമ്മുടെ എണ്ണ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് ഒരു ചെറിയ ബോൾ പോലെ എടുക്കുക, കയ്യിൽ വെച്ചത് ഇതുപോലെ പരത്തുക, നമ്മൾ സൂക്ഷിച്ച് എണ്ണയിലേക്ക് ഇടുക. അപ്പം ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മളിനി ഇത് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമ്മളിത് ഒരു അടുത്ത സൈഡ് മറിച്ചിടും. 2 സൈഡും ഒരേപോലെ ആയി കഴിയുമ്പോൾ നമ്മളിത് അടുപ്പിൽ നിന്ന് എടുക്കും. അപ്പോൾ ഇതാ ഏകദേശം നമ്മുടെ ഒരു സൈഡ് നമ്മൾ തിരിച്ചിട്ടു. അപ്പോൾ നല്ല ഇപ്പോൾ തന്നെ നല്ല കളറ് കാണാൻ പറ്റുന്നുണ്ട് ഒരു സൈഡ്. അപ്പോൾ 2 സൈഡും ഇതേ രീതിയിലാകുമ്പോൾ നമുക്കിതാ ഇതിനകത്ത് നിന്ന് ഇനി എടുക്കാം. ഇതിപ്പോൾ ഇതേ കറക്റ്റായിട്ടുണ്ട്, നമുക്ക് എടുക്കാനുള്ള സമയമായി. അപ്പോൾ ഇതാ നമ്മൾ പരിപ്പുവട എടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് 1 ഗ്ലാസ് കട്ടൻ കാപ്പിയും ഒരു പഴവും ഉണ്ടെന്നുണ്ടെങ്കിൽ പരിപ്പുവട ടേസ്റ്റ് ചെയ്യാൻ സമയമായി. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം. പരിപ്പുവടയും പഴവും കട്ടൻ കാപ്പിയും സൂപ്പറായിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ എഴുതി അറിയിക്കുക. അപ്പോൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.